സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരം 10ാം ദിവസവും തുടരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അനാവശ്യ സമരമെന്ന പരാമർശത്തിൽ ആവശ്യവും അനാവശ്യവും എന്താണെന്ന് ആരോഗ്യമന്ത്രി തിരിച്ചറിയണമെന്ന് വി ഡി സതീശൻ. വിവരങ്ങളുമായി മീര മനോഹരനുണ്ട്. മീര, 10ാം ദിവസം സമരക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടുണ്ട്. ഈ ആശാവർക്കർമാരുടെ വളരെ തുച്ഛമായ ശമ്പളമാണ്, പക്ഷേ അവർക്ക് ഒട്ടേറെ ജോലികൾ ചെയ്യുവാനുമുണ്ട്. ഇപ്പോൾ ഈ സമവായമടക്കമുള്ള കാര്യങ്ങൾ, ഈ ശമ്പള കുടിശ്ശിക അടക്കം നൽകാമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും നടപ്പിലാകാതെ അല്ലെങ്കിൽ അതിലൊരു ഉറപ്പ് കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഈ ആശാവർക്കർമാർ ഉള്ളത്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്? അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ ഇവർക്ക് വേണ്ടി അനുവദിച്ചിരുന്നു. പക്ഷേ അതിൽ ഇവർ സംതൃപ്തരല്ല. ഞങ്ങൾക്ക് വേതന കുടിശ്ശികയല്ല, ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ഉന്നയിച്ചുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ഇവരുടെ നിലപാട്. അല്പം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ എത്തിയത്. ഈ സമരത്തെ അനാവശ്യ സമരം എന്നായിരുന്നു വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷയത്തിൽ അനാവശ്യവും ആവശ്യവും ഏതെന്ന് ആരോഗ്യമന്ത്രി തിരിച്ചറിയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മാത്രമല്ല, ഈ 10 ദിവസമായി തുടരുന്ന ഇവരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിനോട് ഇവരുടെ ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ സമരപന്തൽ പിന്തുണയുമായിട്ട് മോഹൻ ജോസഫ് MLA ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്? സമരത്തിന് പൂർണ്ണ പിന്തുണയല്ലേ? സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അല്ല, കുടിശ്ശിക കൊടുത്തത് നല്ല കാര്യമാണ്. പക്ഷേ 2 മാസത്തെ കുടിശ്ശിക കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇവരുന്നയിക്കുന്നത് ഈ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സപ്പോർട്ട് വേണം. ഗവൺമെന്റ് ഇവരുന്നയിക്കുന്ന കാര്യങ്ങൾ സ്കീമായി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിന് കഴിയുന്ന വിധത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സമരസമിതി നേതാക്കളുമായി ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ആ ചർച്ചയിലൂടെ ഇവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാം പരിഹരിക്കാൻ പറ്റും എന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് ഉറപ്പ് കിട്ടണം. ആ നിലയിൽ ശാശ്വതമായൊരു പരിഹാരമാണ് ഈ രംഗത്തുണ്ടാകേണ്ടത്. ആശാവർക്കർമാരെ ഇനി നമുക്ക് ഒരു പരിഗണനയില്ലാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. അതിനൊരു ഇത്രയും വലിയ സമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമരത്തിന്റെ ഗൗരവം ഗവൺമെന്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഒരു തൃപ്തികരമായ പരിഹാരത്തിലേക്ക് വരാൻ തയ്യാറാകണം. അതിൽ ഞങ്ങൾ രാഷ്ട്രീയ തർക്കമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. കേരളത്തിലെ UDF-ന്റെയും പ്രതിപക്ഷത്തിന്റെയും പരിപൂർണ്ണ പിന്തുണ ഗവൺമെന്റ് ഉണ്ടാവും. നിരവധി സംഘടനകളാണ് ഇപ്പോൾ ഈ 10 ദിവസമായി തുടർന്ന് ആശാവർക്കർമാർ സമരത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ സംസ്ഥാനത്തിലുടനീളമുള്ള ആശാവർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസംഗമം എന്ന പേരിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് അതിനെ തീരുമാനം. ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. സെക്രട്ടേറിയറ്റ് മുൻപിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ 10ാം ദിവസത്തിലാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ രാഷ്ട്രീയ നേതാക്കൾ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.